Good morning, students. Welcome to Edu Spark. Today we are going to discuss our first unit, trials and triumphs. ഓക്കെ, നിങ്ങളെല്ലാവരും സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടാകും, ട്യൂഷൻ ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒരുവിധം ഒരു ധാരണ ഉണ്ടല്ലേ ഈ യൂണിറ്റിനെ കുറിച്ചും എന്തൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടെന്നൊക്കെ കുറിച്ച്. ഇനി അഥവാ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഫസ്റ്റ് യൂണിറ്റാണ് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 3 യൂണിറ്റാണ് നമുക്കുള്ളത്. നമുക്കത് ഈസി ആയിട്ട് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ആരും ടെൻഷൻ അടിക്കേണ്ട. 10ാം ക്ലാസ്സൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് പാസ്സാകാൻ പറ്റും. A+ മേടിക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് A+ ഷുവറായിട്ട് കിട്ടാൻ പോകുന്ന വിഷയമാണ് ഇംഗ്ലീഷ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് യൂണിറ്റ്, ട്രയൽസ് ആൻഡ് ട്രയംസ്. എന്താണ് ട്രയൽസ് ആൻഡ് ട്രയംസ്? ട്രയൽസ് എന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷണങ്ങൾ അഥവാ സ്ട്രഗിൾസ്, അല്ലെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സമയങ്ങളില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രയൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട്സ് ട്രയംസ്? ട്രയംസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹാർഡായിട്ടുള്ള ടൈംസ്, നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ള സമയം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വിക്ടറീസ് അഥവാ സക്സസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രയംസ് എന്ന് പറയുന്നത്. സോ ട്രയൽസ് ആൻഡ് ട്രയംസ് മീൻസ് പരീക്ഷണങ്ങളും വിജയങ്ങളും. നമുക്ക് ഈ പരീക്ഷണങ്ങളും വിജയങ്ങളും ആയാലും എന്താണ്, നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഇതാണ് നമ്മുടെ ഹെഡ്ലൈനിൽ കാണിക്കുന്നത്. ഓക്കെ, ആക്ടിവിറ്റീസൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. So our first chapter is A Very Old Man with Enormous Wings. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? ഗബ്രിയൽ ഗാർസിയ മാർക്വസ്. Who is Gabriel Garcia Marquez? He was a Colombian novelist and one of the greatest writers of the 20th century. ആരാണ്? കൊളംബിയൻ നോവലിസ്റ്റും ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഓഫ് 20th സെഞ്ചുറിയുമാണ്. അദ്ദേഹത്തിന് എന്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ ഏത് വർഷം? 1982. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഏതൊക്കെയാണ്? Love in the Time of Cholera, No One Writes to the Colonel and 100 Years of Solitude. ഇത് 3 അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. ഹി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ഏത് റൈറ്ററാണ്? ലാറ്റിൻ അമേരിക്കൻ റൈറ്ററാണ്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഗബ്രിയൽ ഗാർസിയ മാർക്വസ്. ദെൻ നമുക്കൊരു സിമ്പിൾ സമ്മറി പറഞ്ഞാൽ ഈ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിൻ്റെ ഒരു ചെറിയ ഒരു സമ്മറി പറയാം. The story begins with a couple finds an old man with big wings in their backyard. അവരുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ എന്ത് കണ്ടു? ഒരു ഓൾഡ് മാൻ, എന്ത് വലിയ ചിറകുകളുള്ള ഓൾഡ് മാൻ അവർ കണ്ടുപിടിക്കുകയാണ്. ആരെ? ഒരു കപ്പിൾസ് ആരൊക്കെയാണ്? എലിസെൻഡയും പെലയോയും. ഇവർ ആൾക്കാരടുത്തൊക്കെ ഇവർ പറയുന്നു. ആൾക്കാരൊക്കെ എന്താ പറയുന്നത്? ഇതൊരു ഏഞ്ചലാണ്. എന്നിട്ട് അവരെങ്ങനെയാണ് ആ ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തിരുന്നത്? ആ ഓൾഡ് മാനെ സർക്കസിലെ ആൾക്കാരെ പോലെ ഭയങ്കര മോശമായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു? ഈ ഓൾഡ് മാൻ സ്റ്റേസ് കാമും സൈലൻറ്റുമായിട്ടൊക്കെ ഇരുന്നു. അവസാനം അദ്ദേഹത്തിന് ഫീൽസ് ബെറ്റർ ആൻഡ് ഹി ഫ്ലൈസ് അവേ. അദ്ദേഹം പറന്നുപോയി. ആ ഓൾഡ് മാൻ പറന്നു പോവുകയാണ് ചെയ്തത്. ഇതിൽ നമുക്ക് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് സ്റ്റോറി ടീച്ചേഴ്സ് ഇസ് അബൌട്ട് പേഷ്യൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, കൈൻഡ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ആൻഡ് ഹൗ പീപ്പിൾ ഓഫൺ മിസ്ട്രീറ്റ് ദോസ് ഹു ആർ ഡിഫറെൻറ്റ്. വ്യത്യസ്തമായ ആൾക്കാരെ കുറിച്ച്, എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉള്ള ആൾക്കാരെ എങ്ങനെയാണ് മിസ്ട്രീറ്റ് ചെയ്യുന്നത് സൊസൈറ്റി, അല്ലെങ്കിൽ പീപ്പിൾസ് എങ്ങനെയാണ് അവർ ഇൻഡിഫറൻ്റ് ആയിട്ട് കാണുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അവരെ ഒറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിയിൽ തന്നെ കാണുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് മിസ്ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള മെസ്സേജാണ്. ഈ പേഷ്യൻസും കൈൻഡ്നെസ്സിനെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. ഡീറ്റെയിൽഡ് സമ്മറിയിലേക്ക് പോകാം. The light was weak even at noon. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. ലൈറ്റ് ഉച്ചയായിട്ടും ലൈറ്റ് വീക്കാണ്. പക്ഷേ ഇപ്പോൾ പെലയോ തിരിച്ച് വീട്ടിലേക്ക് വരായിരുന്നു. അദ്ദേഹത്തിന് എന്തോ ഒന്ന് എഴുതുന്നതായിട്ട് കാണാൻ പറ്റി കോട്ടയാടിൻ്റെ അവിടെ. പക്ഷെ എന്താണെന്ന് അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. He had to go very close to see that it was an old man, a very old man. The man was lying face down in the mud. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു ഓൾഡ് മാനാണ്, വളരെയധികം ഓൾഡ് മാനാണ്. അയാളുടെ ഫേസ് എന്താണ് ചെയ്തിരിക്കുന്നത്? ചെളിയിൽ മുങ്ങിക്കിടക്കാണ്. In spite of this tremendous effort, the man couldn't get up. പക്ഷേ ഇത്ര എഫേർട്ട് എടുത്തിട്ടും ആ ഓൾഡ് മാനെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. Embedded by his enormous wings. ഈ ഭയങ്കരമായ വിങ്സ് വെച്ചിട്ട് ആ ചുറ്റിപ്പിളന്ന് കിടക്കായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ചെളിയിൽ നിന്ന് എഴുന്നേക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. Frightened by the sight, Pelayo ran to get Elisenda, his wife. She was putting compresses on their sick child.
പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആർക്ക്, ഈ പെലയൊക്കെ. അതുകൊണ്ട് പെലയോ പെട്ടെന്ന് ഓടി ചെന്ന് എലിസന്റെ അടുത്ത്, എലിസന്റെ ആരാണ്, എലിസന്റെ വൈഫാണ്, ആരുടെ, പെലയുടെ വൈഫായ എലിസന്റെ അടുത്ത് ഓടി ചെന്നിട്ട് കാര്യം പറയാനായിട്ട് പോയി. അപ്പോൾ എലിസൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കംപ്രസേഴ്സ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്താണ്, ഈ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ചൂട് പിടിക്കുക, അല്ലെങ്കിൽ ഇപ്പം മുറിവിലൊക്കെ ഇങ്ങനെ നമ്മൾ ഹോട്ട് ബാഗ് അങ്ങനെയൊക്കെ വെക്കില്ലേ, ഹോട്ട് ബാഗ് മാത്രമല്ല എന്തോ ഐസ് ബാഗ് ഒക്കെ വെക്കില്ലേ, അതിനെയാണ് കംപ്രസേഴ്സ് എന്ന് പറയുന്നത്. സിക്കായിട്ടുള്ള ഒരു ചൈൽഡിന് കംപ്രസേഴ്സ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആര്, നമ്മുടെ എലിസണ്ട. ഹി ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട് യാർഡ് ബൈ ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. അവർ രണ്ടുപേരും അവിടെ വന്നിട്ട് ഇങ്ങനെ ആ വീണ് കിടക്കുന്ന ബോഡിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. റാഗ് പിക്കർ ആരാണ്, ഈ പഴം തുണിയൊക്കെ മേടിക്കുന്ന ആൾക്കാരില്ലേ, ഇങ്ങനെ തുണി കീറി തുണി അങ്ങനത്തെ ഒക്കെ മേടിക്കുന്ന ആൾക്കാർ. അദ്ദേഹത്തിനെ പോലെയാണ് അവർക്ക് ആ മാനിനെ ഫീൽ ചെയ്തത്. പക്ഷേ there were only a few faded hairs left on his bald skull and very few teeth in his mouth. അദ്ദേഹത്തിന്റെ വായിൽ കുറച്ച് പല്ലുകളും തലയിൽ കുറച്ച് മുടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. His pitiful condition seemed that of a wretched great grandfather. This took away any sense of grandeur he might have had. His huge buzzard wings, dirty and half plucked with, were entangled in the mud. എന്താണ് ഇയാൾക്ക് തലയിൽ കുറച്ച് മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുമാത്രമല്ല കുറച്ച് പല്ലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡ്രഞ്ചഡ് മീൻസ് നനഞ്ഞ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വിചാരത്തിലൂടെ അത് എല്ലാം നശിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്. ബസാർഡ് എന്ന് വെച്ചാൽ എന്താണ്, ഈ കഴുകൻ്റെ ഒക്കെ പോലത്തെ ചിറകുകൾ ഡേർട്ടി ആയിരുന്നു, വൃത്തിയില്ലാതെ എന്തോ അഴുക്കൊക്കെ പറ്റിയിരുന്നു. ഹാഫ് പ്ലഗ്ഡ്, കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി. വി ആർ എൻടാഞ്ചിൾഡ് ഇൻ ദ മഡ്. എന്ത് പറ്റി, അതിൽ കെട്ടുപിണഞ്ഞ് കിടക്കായിരുന്നു ഇവിടെ ചെളിയിൽ. They looked at him so long and so closely that Pelayo and Elisenda very soon overcome their surprise. അതായത് അവർ കുറേ നേരം ആര് നോക്കിക്കൊണ്ടിരുന്നു, ഈ ഓൾഡ് മാനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ആ സർപ്രൈസ് നിന്നും, അതായത് ഒരു ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. അവർ പെട്ടെന്നൊരു ബോധം വന്നു. ആ കണക്ക് അവർക്ക് ഫീൽ ചെയ്തു. അവർക്ക് അദ്ദേഹത്തിന് എന്തോ പരിചയമുള്ള പോലെയൊക്കെ ഫീൽ ചെയ്തു. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്തു. ദെൻ ദേ ഡേർഡ് സ്പീക്ക് ടു ഹിം. അദ്ദേഹത്തോട് സംസാരിക്കാൻ അവർ തുടങ്ങി. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. ഡയലക്ട് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ രീതികളുണ്ട്, സംസാരത്തിൻ്റെ രീതി. അത് അവർക്ക് മനസ്സിലാവാത്തൊരു ഡയലക്റ്റിലാണ് ആര് സംസാരിച്ചത്, ഈ ഓൾഡ് മാൻ സംസാരിച്ചത്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അതായത് ഒരു നാവികൻ്റെ വോയിസിലാണ് ആര് സംസാരിച്ചത്, നമ്മുടെ ഓൾഡ് മാൻ സംസാരിച്ചത് ആ ഒരു ടോണിലായിരുന്നു, ആ ഒരു ഡയലക്റ്റിലായിരുന്നു. ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ ഫ്രം സം ഫോറിൻ ഷിപ്പ്. അവരെന്തെന്ന് കൺക്ലൂഡ് ചെയ്തു, ഇദ്ദേഹം ഒരു ഒറ്റപ്പെട്ട കപ്പൽ അപകടത്തിൽ നിന്ന് വന്നതാണ് എന്ന് വിചാരിച്ചു. എന്താണ്, ഇവിടെ റെക്കഡ് ബൈ ദ സ്ട്രോം, ഭയങ്കരമായ കാറ്റ് കാരണം ഇത് തകർന്ന് വന്നതാവാം എന്നവരൊരു കൺക്ലൂഷനിലെത്തി. ദെൻ ദേ കോൾഡ് ഇൻ എ നൈബർ വുമൻ ടു സീ ഹിം. ഒരു നൈബർ, അടുത്ത വീട്ടിലൊരു ചേച്ചിയെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, കാണിച്ചു കൊടുത്തു. അപ്പം ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദ മിസ്റ്റേക്ക്. അവർ ഒരു മിസ്റ്റേക്ക് കാണിച്ചു കൊടുക്കാനാണ് വന്നത്. എന്താണ്, ഹീ ഈസ് ആൻ ഏഞ്ചൽ. അദ്ദേഹം ഒരു ഏഞ്ചലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തെ സ്ത്രീ വന്നത്. ഷീ ടോൾഡ് ദം ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡിന് വേണ്ടിയിട്ടായിരിക്കും ആ ഏഞ്ചൽ വന്നത് എന്ന് പറഞ്ഞു. ബട്ട് പുവർ ഫെലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. ഈ വയസ്സായതുകൊണ്ട് മാത്രം ഈ മഴയത്ത് വീണ് പോയതാവാം, കൊച്ചിന് വേണ്ടി വന്നതാണ് എന്നാണ് ആര് പറഞ്ഞത്, അപ്പുറത്തെ വീട്ടിലെ വുമൺ പറഞ്ഞത്, നെയ്ബറായിട്ടുള്ള വുമൺ പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം, ഓൺ ദ ഫോളോയിങ് ഡേ, എവ്രി വൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലയോസ് ഹൗസ്. പെലയോയുടെ ഹൗസിൽ എന്ത് വന്നു, ഒരു മാംസവും രക്തമൊക്കെ ഉള്ള ആര് വന്നു, ഒരു ഏഞ്ചൽ വന്നു എന്ന് എല്ലായിടത്തും പരക്കും. പെലയോ ഇതെല്ലാം കിച്ചണിൽ ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു കോർട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഡാലസ് ക്ലബിൽ. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. അതായത് കോഴിയുടെ അവിടുത്തെ കോഴികളിടുന്ന സ്ഥലത്ത് കൊണ്ട് ആരെ ലോക്ക് ചെയ്തിടും, നമ്മുടെ ആരാണ്, ഓൾഡ് മാനെ കൊണ്ട് ലോക്ക് ചെയ്തിടും. പിറ്റേന്ന് ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ് ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. ഫുഡ് കഴിക്കണം എന്ന ആഗ്രഹത്തോടെ ആ പനി പിടിച്ച അവരുടെ വയ്യാത്ത കൊച്ചെന്ന് പറഞ്ഞില്ല നേരത്തെ, ആ കൊച്ചിന് പനിയില്ലാതെ തിരിച്ച് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് എണീറ്റ് വരും. ദെൻ ദേ ഫെൽറ്റ് മാഗ്നേനിമസ്. ഓക്കെ, മാഗ്നേനിമസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തു. എന്താണ് മാഗ്നേനിമസ്? അദ്ദേഹം ഒരു മഹാനായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്. ഒരു ചങ്ങാടത്തിലിട്ട് എന്തൊക്കെ
with fresh water and provisions for 3 days. ഈ ഏഞ്ചലിനെ ഈ മഹാനായിട്ട് തോന്നിയിട്ട് ഇവരാണെങ്കിൽ ഏഞ്ചലിനെ ഒരു ചങ്ങാടത്തിലിട്ട് വെള്ളവും കൊടുത്ത് ഭക്ഷണവും 3 ദിവസത്തേക്ക് കൊടുത്ത് വിധിക്ക് വിട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് കടലിലോട്ട് വിടാമെന്ന് വിചാരിച്ചു. ലീവ് ഹിം ടു ഹിസ് ഫെയ്ത്ത് ഓൺ ദ ഹൈ സീസ്, കടലിലേക്ക് വിട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop, having fun with the angel. അവർ രാവിലെ വന്ന് നോക്കുമ്പോൾ അതാ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം നെയ്ബേഴ്സ് അവർ ആ ചിക്കൻ കൂപ്പിൽ നോക്കി ഏഞ്ചലിനോടെ ഫണ്ണായിട്ട് നിൽക്കുന്നതാണ് അവർ കാണുന്നത്. The visitors were tossing him things to eat through the opening of the coop. ആ കൂപ്പിൻ്റെ ചെറിയ അഴികളിലെ ഓപ്പണിങ്സിലൂടെ അവർ ഫുഡൊക്കെ വാരി എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. It was as if he were a supernatural creature but a circus animal. ഒരു സർക്കസ് അനിമലിനെ പോലെയാണ് അവരെന്ത് ചെയ്തത്, ട്രീറ്റ് ചെയ്തിരുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചറായിട്ട് മാത്രമല്ല അവർ കണ്ടത്. ഓക്കെ, പിന്നെ എന്ത് സംഭവിച്ചു? ഈ ന്യൂസ് എന്തായി, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. The news of the captive angel spread with great rapidly. After a few hours the courtyard had the bustle of marketplace. ഒരു ചന്ത കണക്കായിപ്പോയി അവിടെ ഫുള്ള്, അത്രയ്ക്ക് ബഹളായി. The couple had to call in troops to disperse the mob. ഈ കലബിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് ആരെ വിളിക്കേണ്ടി വന്നു? അവർക്ക് സൈന്യം വരെ വേണ്ടി വന്നു. അപ്പോൾ അവർക്കൊരു ഐഡിയ വന്നു. They got the idea of fencing in the yard and charging 5 cents for admission to see the angel. അവർ പുറത്തൊരു വെയിൽ കെട്ടിയിട്ട് ഒരു 5 സെൻറ്റ്, അതൊരു പൈസയുടെ കണക്കാണ്, സ്ഥലമില്ല, 5 സെൻറ്റ്സ് നമ്മൾ 5 രൂപ അഡ്മിഷന് മേടിക്കുന്നു, അത് കണക്ക് 5 സെൻറ്റ്സ് അഡ്മിഷൻ ഫീ ആയിട്ട് മേടിക്കുന്നു. ആരെ കാണാൻ വേണ്ടിയിട്ട്? നമ്മുടെ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ഈ ഒരുപാട് ദൂരം നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ ദ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ഈ ഇൻവാലിഡ്സ്, അതായത് രോഗികൾ, ദുർബലരായിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങി. പെലയോ ആൻഡ് എലിസെൻഡ വിർ ഹാപ്പി വിത്ത് ഫാറ്റീഗ്. പക്ഷേ ഈ ക്ഷീണം കൊണ്ടും ആര് ഹാപ്പിയാണ്? പെലയോയും എലിസെൻഡ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ. In less than a week they had crammed their rooms with money. അവരുടെ വീട്ടിലെ റൂമൊക്കെ പൈസ കൊണ്ട് നിറഞ്ഞു. Still the line of pilgrims waiting their turn to enter reached beyond the horizon. അവരെങ്ങനെയെങ്കിലും ഇത്രയും പൈസ കുഞ്ഞു കൂടിയിട്ടും ആൾക്കാരൊക്കെ ഇങ്ങനെ കുത്തിത്തിരികി വരാണ്. അതിൻ്റെ അപ്പുറത്ത് അവർക്ക് ഭയങ്കര ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും ഒരു പാർട്ടും അല്ലാത്ത ആരത്തിനുണ്ടായിരുന്നുള്ളൂ? The angel was the only one who took no part on this in his own act. അദ്ദേഹത്തിൻ്റെ തന്നെ കാര്യത്തിൽ ഒരു ഇതും ഇല്ലായിരുന്നത് ആർക്കായിരുന്നു? ആ ഓൾഡ് മാനായ ഏഞ്ചലിൽ തന്നെയായിരുന്നു. He spent his time trying to get comfortable in his borrowed nest. ആ കിട്ടിയ കൂരയിൽ ഇത്തിരി നല്ല രീതിക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാനായിരുന്നു അദ്ദേഹം ട്രൈ ചെയ്തിരുന്നത്. At first they tried to make him eat some mothballs കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്തു. മോത്ത്ബാൾസ് എന്ന് വെച്ചെന്താണ്? ഈ പ്രാണികളെയൊക്കെ കൊല്ലുന്ന സാധനമില്ലേ, അത് കഴിപ്പിക്കാനായിട്ട് ആൾക്കാർ ട്രൈ ചെയ്തു. ബട്ട് ഹി ഈറ്റ് നത്തിങ്. അദ്ദേഹം കഴിച്ചില്ല അത്. ബട്ട് എഗ് പ്ലാന്റ് മഷ് എന്ന് പറയുന്ന ഒരു സാധനം, വഴുതനക്കഞ്ഞി അങ്ങനെ എന്താണ് പറയുന്നത്, അത് അദ്ദേഹം കഴിച്ചു. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആകെയുള്ള കഴിവ് എന്താണ്? ഈ പേഷ്യൻസ് ആണ്. ഹി വാസ് ക്വയറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം. ഈ കോഴികളൊക്കെ അടുത്തിടന്ന് കൊത്താൻ തുടങ്ങി. അതൊക്കെ അദ്ദേഹം ക്വയറ്റായിട്ട് ഹാൻഡിൽ ചെയ്തു, പേഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതൊരു വലിയൊരു വിർച്യൂ ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു? ഈ കോഴികളെ കൊത്തുന്നതിനായിരുന്നു അവരുടെ ഈ ഓൾഡ് മാൻ്റെ, അതായത് ഏഞ്ചലിൻ്റെ ദേഹത്തുള്ള ഈ പാരസൈറ്റ് കൊച്ചു കൊച്ചു പ്രാണികളെയൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് അത് പെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഹി വാസ് പിന്നെയും അദ്ദേഹം എന്ത് ചെയ്തു? പേഷ്യൻ്റായിട്ട് തന്നെ ഇരുന്നു. എപ്പോൾ ദ ക്രിപ്പിൾസ് എന്ന് വെച്ചാൽ വികലാംഗർ പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തൊടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഫെദേഴ്സൊക്കെ മാറ്റി ഈ വികലാംഗർ ദേഹത്ത് തൊടാനായിട്ട് ട്രൈ ചെയ്യുന്നതൊക്കെ പേഷ്യൻസോടെ അദ്ദേഹം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഹി റിമെയിൻഡ് പേഷ്യൻറ്റ്. ഓക്കെ, വെൻ ഈവൻ ദ മോസ്റ്റ് മെർസിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. എല്ലാം ചെയ്തിട്ടും അദ്ദേഹം പേഷ്യൻ്റായിട്ടിരുന്നു. എല്ലാം ചെയ്യുന്നതിൻ്റെയും ആവശ്യം എന്താണ്? ട്രൈങ് ടു ഗെറ്റ് ഹിം റൈസ്. കല്ല് പറക്കി എറിഞ്ഞൊക്കെ എല്ലാം ചെയ്തിട്ടും അദ്ദേഹം അവിടെ നിന്ന് എണീക്കുന്നുണ്ടായിരുന്നു. സോ ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ഏഞ്ചലൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു രൂപം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓൾഡ് മാൻ, അതായത് ഏഞ്ചൽ, സ്റ്റേ പേഷ്യൻ്റ് ആയിട്ട് തന്നെ ഇരുന്നു. പേഷ്യൻ്റ് അല്ല, പേഷ്യൻസ്. ഓക്കെ, പേഷ്യൻസ് മീൻസ് ഒരു സമാധാനത്തോടു കൂടിയിരുന്നു. ഓക്കെ,
It so happened that during those days they arrived in the town a traveling show ആ സമയത്ത് വരാണ്. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. വെയിലും തണ്ടറും ഇടിയും മിന്നലൊക്കെ അടിച്ചിട്ട് ഒരു വുമൺ സ്പൈഡറായിട്ട് മാറി. മിന്നൽ മുരളി പോലെ മിന്നൽ സ്പൈഡറായിട്ട് മാറി. ഓക്കെ, തണ്ടറൊക്കെ അടിച്ചിട്ട് ഒരു സ്പൈഡറായിട്ട് മാറാണ് ചെയ്തത്. ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ഏഞ്ചലിനെ കാണുന്നതിനെയും കാട്ടി ഫീസ് കുറവായിരുന്നു ഈ സ്പൈഡർ വുമണിനെ കാണാൻ വേണ്ടി പോകാനായിട്ട്. ഈ തണ്ടർ ലൈറ്റ്നിങ് ഒക്കെ വഴി സ്പൈഡറായ വുമണിനെ കാണാൻ ഇതിനെയും കാട്ടി അഡ്മിഷൻ ഫീസ് കുറവായിരുന്നു. അതുകൊണ്ട് പീപ്പിൾ എല്ലാം എന്ത് ചെയ്തു, അവളെ കാണാനായിട്ട് ഓടി. So people flocked to see her. They were also permitted to ask her all manner of questions about her absurd state. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മളെ ഏഞ്ചലിൻ്റെ അടുത്താണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏഞ്ചലിന് പറയുന്നതും ആർക്കൊന്നും മനസ്സിലാവില്ല, ഏഞ്ചലൊന്നും പറയില്ല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്തു, ഓടി ആ ലേഡിയെ കാണാൻ പോയി. നമ്മുടെ ഏഞ്ചലിൻ്റെ അടുത്തുനിന്ന് മാറി എല്ലാവരും അഡ്മിഷൻ ഫീസൊക്കെ കുറഞ്ഞ് എവിടെ പോയി, ആ ലേഡിയുടെ അടുത്ത് പോയി. The owners of the house had no reason to lament. പക്ഷെ അവർക്ക് ഈ എലിസണ്ടയ്ക്കായാലും നമ്മുടെ പെലയൊക്കെ ആയാലും വിഷമിക്കാനുള്ള ഒരു കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. With the money they saved, they built a 2-story mansion with balconies and ഗാർഡൻസും ബാൽക്കണീസും ഒക്കെ ഉള്ള 2-story mansions തന്നെ അവർ ഈ പൈസ കൊണ്ട് പണിത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്ക് വിഷമിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. Then it also had high netting so that crabs couldn't get in during the winter, and iron bars on the windows so that angels wouldn't get it. അവിടെ ഭയങ്കരമായ ഒരു വലിയ നെറ്റിങ് നടത്തി. എന്തിന്, വിന്റർ സീസണിൽ നമ്മുടെ ഈ ഞണ്ടുകളൊന്നും കയറി വരാതിരിക്കാൻ. മാത്രമല്ല അയൺ ബാർസ് ഒക്കെ അവിടെ വിൻഡോസിൽ കൊണ്ടുവന്നു, ഏഞ്ചൽസ് ഒന്നും വീട്ടിൽ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയൊക്കെ കുറേ മിനുക്ക് പണികളൊക്കെ ആര് നടത്തി, ഈ പൈസ വെച്ചിട്ട് ഓണേഴ്സ് ഓഫ് ദ ഹൗസ് നടത്തിയായിരുന്നു. അതുകൊണ്ട് അവർക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. Pelayo also set up a rabbit warren and gave up his job as a bailiff for good. അയാളുടെ നല്ലതിന് വേണ്ടി ആ ബാലിഫിലെ ജോലി അതായത് കോർട്ടിലെ ജോലി ഉപേക്ഷിച്ചിട്ട് എന്തിൽ വന്നു, റാബിറ്റ് വാരൻ തുടങ്ങി. സുഖമായിട്ട് എവിടെ ഇരിക്കുന്നു, നീ വീട്ടിൽ ഈ മുയൽക്കാടൊക്കെ സൃഷ്ടിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ആക്കി വെച്ചായിരുന്നു. Elisenda brought some satin pumps with high heels and many dresses for iridescent silk. ഈ സമയം എലിസണ്ട എന്ത് ചെയ്തു, ഒരുപാട് ഹൈ ഹീൽസുള്ള ചെരുപ്പ്, നല്ല സിൽക്ക് സാരി, അതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ആരെ വെച്ചു, നമ്മുടെ എലിസണ്ട മേടിച്ച് വെച്ചായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അവർക്ക് വിഷമിക്കാൻ തന്നെ ഒന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. ഒരു അറ്റൻഷനും കിട്ടാത്ത ഒരേ ഒരു സ്ഥലം ഏതാണ്, ചിക്കൻ കൂപ്പാണ്. അവിടെയാണ് നമ്മുടെ ഏഞ്ചലുള്ളത്. The dung heap stench from the coop was turning the new house into an old one. ഈ ചിക്കൻ കൂപ്പിലൊരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, ആ സ്മെല്ല് കാരണം എന്ത് ചെയ്യും, നമ്മുടെ വീടിന് തന്നെ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു ഫീല് വരും. അതുകൊണ്ട് ആ സ്മെല്ലുള്ളിടത്തോട്ട് ആരും പോവാതെ. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്, അവരുടെ കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ they were careful that he did not get too close to the coop. കൂപ്പിൻ്റെ അടുത്തോട്ട് പോവാതിരിക്കാൻ അവർ ഒരുപാട് കെയർഫുൾ ആയിട്ടിരുന്നു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലൂസ് ദർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെൽ. അവർ ആ സ്മെല്ലായിട്ട് യൂസ്ഡ് ആയ സമയത്ത് അവർക്ക് ആ പേടിയൊക്കെ അങ്ങ് മാറി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്, രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പ് ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. ചിക്കൻ കൂപ്പിനകത്ത് പോയി കളിക്കാൻ തുടങ്ങി. ആസ് ദ വയേഴ്സ് വെയർ ഫാളിങ് അപ്പാർട്ട് ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അവർക്ക് രണ്ടുപേർക്ക് എന്ത് വെച്ചു, ചിക്കൻ പോക്സ് വന്നു. ആർക്കൊക്കെ, ഏഞ്ചലിനും നമ്മുടെ ബേബിക്കും ചൈൽഡിനും എന്ത് വന്നു, ചിക്കൻ പോക്സ് വെച്ചു. ദ ഡോക്ടർ ഹു ടു കെയർ ഓഫ് ദ ചൈൽഡ് കുഡിന്റ് റെസിസ്റ്റ് ദ ടെംപ്ടേഷൻ ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹാർട്ട്. ഏഞ്ചലിൻ്റെ ഹാർട്ടും കൂടെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെംപ്ടേഷൻ ആ കുട്ടിയെ നോക്കാൻ വന്ന ഡോക്ടറിനുണ്ടായിരുന്നു. ഈ ഫോൾഡ് സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. ഹാർട്ടിൽ ഒരുപാട് വിസിലിങ്ങും കേട്ടു, ഒരുപാട് സൗണ്ട്സ് കിഡ്നീസിലും കേട്ടു. ആരുടെ, ഏഞ്ചലിൻ്റെ. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ വിങ്സിൻ്റെ ലോജിക്ക് മാത്രമാണ് ആർക്ക് മനസ്സിലാവാത്തത്, നമ്മുടെ ഡോക്ടറിന് മനസ്സിലാവാത്തത്. ദ സീം ടു സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. അത് ഭയങ്കര നാച്ചുറൽ ആയിട്ടായിരുന്നു ഡോക്ടറിന് ഫീൽ ചെയ്തത്. ഹി കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡ് ഹാവ് ദാറ്റ്. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇതുപോലത്തെ ചിറക് വരുന്നില്ല എന്നായിരുന്നു ആർക്ക് സർപ്രൈസ്, നമ്മുടെ ഡോക്ടറിന് സർപ്രൈസ് ആയത്. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. ചിക്കൻ കൂപ്പത്തിന് കൊളാപ്സിന് വരെ തകരാറിന് വരെ കാരണമായി ഈ മഴയും വെയിലൊക്കെ വന്നിട്ട്. ഓക്കെ, ദ ഏഞ്ചൽ വൻ ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈങ് മാൻ. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങി. ഒരു
ഈ തണുപ്പൊക്കെ കാരണമായിരിക്കാം ഹി സീംഡ് ടു ബി സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞു തിരിയാൻ തുടങ്ങി. He could scarcely eat, കുറച്ച് മാത്രം കഴിച്ചു. And his eyes had also become so foggy that he went about bumping into post. എല്ലാം ഭയങ്കര പ്രശ്നം പോലെ ഫീൽ ചെയ്തു. Pelayo threw a blanket over him and let him sleep in the shed. ആ ഷെഡിലോട്ട് ഉറങ്ങാനായിട്ട് ബ്ലാങ്കറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. Only then did they notice that he had a temperature at night. രാത്രി അദ്ദേഹത്തിന് ചൂടുള്ള കാര്യം അപ്പോഴാണ് അവർ നോട്ട് ചെയ്യുന്നത്. They become alarmed. അവർ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നു. For they thought he was going to die. അദ്ദേഹം മരിക്കുമെന്നൊക്കെ പേടിച്ച് ആയിരുന്നു പെലയോ ഇരുന്നു. And yet he not only survived his first winter but seemed improved with the first sunny days. അദ്ദേഹം വിന്ററിൽ മരിച്ചു എന്ന് വിചാരിച്ചു, പക്ഷേ അദ്ദേഹം മരിച്ചില്ല. ഫസ്റ്റ് സണ്ണി ഡേയ്സ് വരെ അയാൾ ഇംപ്രൂവ് ചെയ്തു. He remained motionless for several days in the farthest corner of the courtyard. ആ കോർട്ട്യാർഡിനവിടെ അനങ്ങാതെ കുറച്ചു നാളിരുന്നു. At the beginning of December, some large stiff feathers began to grow on his wings. അദ്ദേഹത്തിൻ്റെ വിങ്സിൽ പുതിയതായിട്ട് എന്ത് വന്നു, കുറേ ഫെതേഴ്സൊക്കെ വന്നു. അങ്ങനെ അതൊക്കെ അവർ കാണാനുണ്ടായി. They looked like the feathers of a scarecrow. ഈ നോക്കുകുത്തിയിലേക്ക് ഫെദർ പോലെ ഇരിക്കുന്ന പുതിയ ഇതൊക്കെ അവർക്ക് വന്നു, ഫെതേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. One morning, Elisenda was cutting some bunches of onions for lunch. ലഞ്ചിന് വേണ്ടിയിട്ട് ഓണിയൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Then a wind blew into the kitchen. ഒരു കാറ്റ് കിച്ചണിലോട്ട് വീശാണ് ചെയ്തത്. Then she went to the window and found the angel in his first attempts to fly. അപ്പോൾ എന്താണ് കണ്ടത്? ഏഞ്ചലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് നടത്താണ്. എന്താണ്? പറക്കാൻ വേണ്ടിയിട്ടൊരു ട്രൈ നടത്താണ്, ശ്രമിക്കുകയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഫ്ലൈറ്റ്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. കുറേ നാളായില്ലേ, അപ്പോഴത്തേക്കും ഒരു ക്ലംസി ഫീലായിരുന്നു, ഒരു വികൃതമായ ഒരു ഫീലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഗ്രിപ്പ് കിട്ടാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടായിരുന്നു പറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. അത് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ളൊരു മാനേജ് ചെയ്യാൻ പറ്റി. ആർക്ക്? നമ്മുടെ ഏഞ്ചലിന്. എലിസെൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. എലിസെൻഡ ഒരു ദീർഘശ്വാസം കിട്ടുമെന്ന് വെച്ചാൽ അതൊരു സമാധാനം ആയി. ഫോർ ഹെർസെൽഫ്, ഫോർ ഹിം, അവൾക്ക് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയും അവളൊരു സമാധാനപ്പെട്ടു. When she watched him pass over the last house, ഇങ്ങനെ ദൂരോട്ട് പോകുന്നത് കണ്ട് he was holding himself up in some way with the risky flapping of the senile vulture. ഒരു കഴുകനെ പോലെ പറന്നു പോകുന്നത് കണ്ടിട്ട് എലിസെൻഡയ്ക്ക് സമാധാനമായി. She kept watching him even when she was through cutting the onions. ഈ ഓണിയൻ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആര് നോക്കുന്നത്? ഈ എലിസെൻഡ നോക്കിക്കൊണ്ടിരിക്കുന്നത്. She kept on watching until it was no longer possible for her to see him. അവർക്ക് കാണാൻ പറ്റാത്തത്ര ദൂരാവുന്നത് വരെയും എലിസെൻഡ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. He was no longer an annoyance in her life but an imaginary dot on the horizon of the sea. ഇനിയൊരു അനോയൻസ് ആയിട്ട് വരില്ല, പകരം ഒരു ഇമാജിനറി ഡോട്ടായിട്ട് മറഞ്ഞു പോയി. അങ്ങനെയുള്ള ഇതിലാണ് നമ്മുടെ എന്താ അവസാനിക്കുന്നത്? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഇതാണ് നമ്മുടെ കഥ. ഇതിൽ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതൊരു മാജിക്കൽ റിയലിസമാണ്. ലാസ്റ്റ് സെഞ്ചുറിയിലൊക്കെ ഭയങ്കരമായിട്ടൊരു യുണീക്കായിട്ടുള്ളൊരു നെറേറ്റീവ് സ്റ്റൈലാണ് നമ്മുടെ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ലൈക്ക് നമ്മുടെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്കസിനെ പോലെയുള്ള ആൾക്കാരും സൽമാൻ റുഷ്ദി, ആഞ്ചല കാർട്ടർ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഈ സ്റ്റൈലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതാണ്? മാജിക്കൽ റിയലിസം. Works in the genre depict the real world with an undercurrent of magic or fantasy. ഇത് നമുക്ക് ഫാൻറ്റസി ആണോ, ഇത് മാജിക് ആണോ, അതോ നമുക്കിത് റിയൽ ആണോ ഫാൻറ്റസി ആണോ എന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള ഇതാണ്. ലൈക്ക് ഫെയറി ടേൽസ്, വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദ ലൈൻസ് ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. നമ്മുടെ റിയാലിറ്റിയും ഫാൻറ്റസിയും തമ്മിലുള്ള ഒരു ഡിഫറെൻറ്റ്, അതും രണ്ട് വ്യത്യസ്തമാക്കുന്ന ആ ലൈൻ ഇവിടെ ബ്ലറാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ഇത് റിയൽ ആണോ അതോ ഫാൻറ്റസി ആണോ എന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് നമ്മൾ മാജിക്കൽ റിയലിസം വരുന്നത്. So it's all about our first chapter, A Very Old Man with Enormous Wings. If you want the notes of this chapter, I will provide. Stay subscribed.